ഹലോ മക്കളെ, നാളത്തെ ഇംഗ്ലീഷ് പരീക്ഷയിൽ എന്തായാലും നിങ്ങൾ കാണാൻ പോകുന്ന ഒരു ചോദ്യമായിരിക്കും നോട്ടീസ്. 4 മാർക്കിനായിട്ട് പരീക്ഷയിൽ വരാൻ പോകുന്നത്. ആ 4 മാർക്കും ഉറപ്പാക്കണമെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മതി. കംപ്ലീറ്റ് എങ്ങനെ നോട്ടീസ് എഴുതാനുള്ള കാര്യം ഞാൻ പഠിപ്പിച്ചു തരാം. നോട്ടീസ് കാണാൻ ഏകദേശം ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ 4 മാർക്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് പോലും കിട്ടണമെന്നില്ല. ഓക്കെ, എന്താണ് ഫോർമാറ്റ് എന്നുള്ള കാര്യം വളരെ സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. അടുത്തൊരു പേജിൽ കൃത്യമായൊരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത് കാണുമ്പോൾ പേടിയൊന്നും ആവേണ്ട ആവശ്യമില്ല. ആദ്യം ചാടിക്കയറി നോട്ടീസ് നമ്മൾ എഴുതുക. എൻ്റെ കൂടെ ഒരു പേപ്പറിൽ ഇപ്പോൾ എൻ്റെ ബുക്കിൽ എഴുതി പോവുകയാണെങ്കിൽ പണി എളുപ്പത്തിൽ തീരും കേട്ടോ. ആദ്യം നോട്ടീസ് എന്ന് തന്നെ എഴുതി വെക്കുക. ഓക്കെ, ടൈറ്റിൽ ഓഫ് ദി നോട്ടീസ് അഥവാ നോട്ടീസ് എന്നാണ് എഴുതേണ്ടത്. പിന്നെ എന്ത് ചെയ്യണം? നെയിം ഓഫ് ദി ഓർഗനൈസേഷൻ അഥവാ ഇൻസ്റ്റിറ്റ്യൂഷൻ. മിക്ക സമയത്തും സ്കൂളായിരിക്കും. ഒരു സ്കൂളിലെ പരിപാടിയുടെ നോട്ടീസ് എഴുതാനായിരിക്കും മിക്ക സമയത്തും പറയാം. അപ്പോൾ ആ സ്കൂളിൻ്റെ പേര് എഴുതി വെക്കുക. HSS മാൽഗുഡി എന്നോ HSS എന്തെങ്കിലും നിങ്ങളുടെ സ്കൂളിൻ്റെ പേരോ വേറെ ഏത് സ്കൂളിൻ്റെ പേരോ എഴുതിയാൽ ഒരു കുഴപ്പമില്ല. ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരുമാണ്. ഇനി വേറെ പഞ്ചായത്തോ അങ്ങനെയൊക്കെയാണ് നടത്തുന്നതെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരാണ് അവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ് വേണ്ട എന്താണ്? ഹെഡിങ് ഓർ സബ്ജക്ട്. എന്തിനെ പറ്റിയാണ് അല്ലേ? ഒരു ഇൻഫർമേഷൻ ആയിരിക്കുമല്ലോ ആ നോട്ടീസിലൂടെ കൊടുക്കുന്നത്. എന്താണ് അതിൻ്റെ മെയിൻ കണ്ടന്റ്? ഇനോഗ്രേഷൻ ഓഫ് ദ ലൈബ്രറി ബിൽഡിംഗ് അല്ലേ, അല്ലെങ്കിൽ മീറ്റിംഗ് ഫോർ ദ സ്കൂൾ ടീച്ചേഴ്സ് അല്ലെ സ്കൂൾ പേരൻസ്. എന്താണോ ആ ഒരു നോട്ടീസിൻ്റെ മെയിൻ സാധനം, അതിൻ്റെ ഹെഡിങ് നിങ്ങൾ അവിടെ കൊടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ കണ്ടന്റിലേക്ക് വരികയാണ്. ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണം? നമ്മൾ അഡ്രസ്സ് ചെയ്യണം അല്ലേ. അഡ്രസ് ടു ദ ഓഡിയൻസ്, ഡിയർ സ്റ്റുഡൻസ് ആൻഡ് പേരൻസ്. അല്ലെങ്കിൽ പേരൻസ് ഇല്ലെങ്കിൽ മിക്ക സമയത്തും ഡിയർ സ്റ്റുഡൻസ് മതിയോ സ്കൂളിലാണെങ്കിൽ. അപ്പോൾ ഡിയർ സ്റ്റുഡൻസ് ഒരു കോമ ഇടുക. ഓക്കെ, അത് കൊടുക്കുക. എന്നിട്ട് എന്താണ് കാര്യം പറയാം. എന്താണ് കാര്യം? ഇത് ഇനോഗ്രേഷൻ ഓഫ് ദ ന്യൂ ലൈബ്രറി ബിൽഡിംഗ് ഈസ് ഷെഡ്യൂൾഡ് ആസ് ഡീറ്റെയിൽ ബിലോ. അതായത് നമ്മുടെ ലൈബ്രറി ബിൽഡിംഗ് ഇനോഗ്രേഷൻ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം പറയാം. ഡീറ്റെയിൽസിന് 3 കാര്യം ശ്രദ്ധിക്കണം. ഡേറ്റ് വേണം, ടൈം വേണം, വെന്യൂ വേണം. ഈ നോട്ടീസ് എഴുതുന്ന ഡേറ്റ് അല്ല, ഏതോ ഒരു കാര്യം പറയുന്നില്ല, ഇനോഗ്രേഷൻ പറയുന്നില്ല. ഇനോഗ്രേഷന് ഡേറ്റ് കൊടുക്കുക 2 ഡിസംബർ 2024. അതിന് ടൈം കൊടുക്കുക 10 AM അല്ലെ. എന്ത് ടൈം കൊടുത്താലും കുഴപ്പമില്ല, ടൈം കൊടുക്കുക. രാത്രി 9:55 PM ഒന്നും കൊടുക്കാതിരുന്നാൽ മതി. കോമൺ സെൻസ് ഉപയോഗിക്കണം. വെന്യൂ ലൈബ്രറി ബിൽഡിംഗ് HSS മാൽഗുഡി. ഈ 3 കാര്യം എല്ലാ നോട്ടീസിലും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഡേറ്റ്, ടൈം, വെന്യൂ. പിന്നെ എന്ത് ചെയ്യുക? അതിന് കുറച്ചും കൂടി ഡീറ്റെയിൽസ് കൊടുക്കുക. ദ ഇനോഗ്രൽ സെറിമണി വിൽ ബി ഫോളോഡ് ബൈ എ ഡിജിറ്റൽ ഡിസ്പ്ലേ ഓഫ് റെയർ ബുക്ക്. ഓൾ സ്റ്റുഡൻസ്, അത് എപ്പോഴും കൊടുക്കുക. ഓൾ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് ആൻഡ് പേരൻസ് ആർ കോർഡിയലി ഇൻവൈറ്റഡ് ടു ദി ഫംഗ്ഷൻ. ഇൻവൈറ്റഡ് ടു ദി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലും മതി. കോർഡിയലി ഒന്നും വേണമെന്നില്ല, ചേർത്തേക്ക് വേണമെങ്കിൽ. അപ്പോൾ അതിൽ വേണമെങ്കിൽ 1-2 ഡീറ്റെയിൽസ് ചേർക്കാം. എന്താണ് ഇത്, ചീഫ് ഗസ്റ്റ് വിൽ ബി ഇന്ന പേഴ്സണോ എന്നൊക്കെ പറഞ്ഞിട്ട് വേണേൽ എക്സ്ട്രാ വേണേൽ ചേർക്കാം. പക്ഷെ അതൊന്നും എക്സ്ട്രാ മാർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. മാർക്ക് വരാൻ പോകുന്ന ഈ ഫോർമാറ്റ് ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. അവസാനം പ്ലേസ് കൊടുക്കുക, മാൽഗുഡി, സെയിം പ്ലേസ് കൊടുക്കുക. ഡേറ്റ് ഓഫ് ഇഷ്യൂയിങ്, ആ ഡേറ്റ് ഓഫ് ഇഷ്യൂയിങ് ഒന്നും പറയണ്ട, വെറുതെ ഒരു ഡേറ്റ് കൊടുത്താൽ മതി. അതായത് ബേസിക്കലി ഇവിടെ ഡിസംബറിലാണ് പരിപാടിയെങ്കിൽ അതിൻ്റെ മുൻപായിരിക്കണം ഡേറ്റ്. മനസ്സിലല്ലേ? കാരണം ഈ നോട്ടീസ് വരുന്ന ഡേറ്റ് ആണത്. പിന്നെ എന്ത് ചെയ്യുക? സീൽ എന്ന് പറഞ്ഞ് വേറെ എഴുതി വെക്കുക. അത് ഓപ്ഷനിലാണ്, എഴുതിയിലും കുഴപ്പമൊന്നുമില്ല. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തുകൊണ്ട് ഞാൻ കൊടുത്തു എന്നുള്ളൂ. പിന്നെ എന്ത് ചെയ്യാം? സിഗ്നേച്ചർ, നെയിം, ഡെസിഗ്നേഷൻ. അപ്പോൾ ആരാണോ ഇപ്പോൾ ഒരു ഒരു സെക്രട്ടറിയോ ആരെങ്കിലും ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ അയാളുടെ പേരും ഡെസിഗ്നേഷനും കൊടുക്കുക. സിഗ്നേച്ചർ ഓപ്ഷനിലാണ്, വേണേൽ കൊടുത്താൽ മതി. അല്ലെ വെറുതെ സിഗ്നേച്ചർ എന്ന് എഴുതി വെച്ചാലും മതി. അതാണ് ഏറ്റവും ബെസ്റ്റ്. സിഗ്നേച്ചർ, നിങ്ങളുടെ സിഗ്നേച്ചർ എന്ന് ഇടാൻ നിൽക്കണ്ട, വെറുതെ സിഗ്നേച്ചർ എന്ന് എഴുതി വെക്കുക. ഞാൻ അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, നെയിം ആൻഡ് ഡെസിഗ്നേഷൻ ചെയ്താൽ മതി. ഈ ഫോർമാറ്റ് ഫോളോ ചെയ്താൽ തന്നെ നോട്ടീസിൽ 2 മാർക്ക് ഓട്ടോമാറ്റിക് കിട്ടി. പിന്നുള്ളത് ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കഴിച്ചാൽ 4 മാർക്ക് വന്നോളൂ. മനസ്സിലായി? ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചു നോക്കാം. Inspired by the lesson A Prescription for Life, the health club of your school has decided to organize a healthy living awareness program. അപ്പോൾ ഹെൽത്ത് ക്ലബ്ബ് സ്കൂളിലെ ഇങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്രിപ്പയർ എ നോട്ടീസ് ഇൻവൈറ്റിംഗ് സ്റ്റുഡൻസ് ടു അറ്റൻഡ് ദ പ്രോഗ്രാം. ഫോർമാറ്റ് ആണ് ഇതിലെ മെയിൻ പരിപാടി. നോട്ടീസ് എഴുതി വെക്കുക. പിന്നെന്താണ്? ഓർഗനൈസേഷൻ്റെ, ഇവിടെ സ്കൂളാണല്ലോ, അപ്പോൾ സ്കൂൾ എഴുതി വെക്കുക. ഗവൺമെൻറ് ഹൈസ്കൂൾ കോഴിക്കോട്, എന്ത് വേണം എഴുതി സാധനം. പരിപാടി എന്താണ്? ഹെൽത്തി ലിവിങ് അവയർനെസ്, അത് തന്നെ എഴുതി വെക്കുക. ഹെൽത്തി ലിവിങ് അവയർനെസ് പ്രോഗ്രാം. സെയിം സാധനം കോപ്പി പേസ്റ്റ് ചെയ്യും. അടുത്ത അഡ്രസ്സ് ചെയ്യണം. ഡിയർ സ്റ്റുഡൻസ് ആൻഡ് പേരൻസ് വേണമെന്നില്ല എപ്പോഴും. സ്കൂളിലാണെങ്കിൽ ഡിയർ സ്റ്റുഡൻസ് മതി. കോമിഡ. എന്നിട്ട് പറയാം ദ ഹെൽത്ത് ക്ലബ് ഓഫ് ദ സ്കൂൾ ഈസ് അറേഞ്ചിങ് എ പ്രോഗ്രാം. സിമ്പിൾ സെൻറ്റൻസിൽ പറയാം ദ ഹെൽത്ത് ക്ലബ് ഓഫ് അവർ സ്കൂൾ ഈസ് ഓർഗനൈസിങ് എ ഹെൽത്തി ലിവിങ് അവയർനെസ് പ്രോഗ്രാം ബേസ്ഡ് ഓൺ ദി ലെസൺ. അത് വേണേൽ കൊടുത്താൽ മതി. ഞാൻ കൊടുത്തിന് തെറ്റുന്നില്ല. പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ്. എന്നിട്ട് ആ പ്രോഗ്രാമിൽ എന്താ സംഭവിക്കുക? പ്രോഗ്രാം വിൽ ഇൻക്ലൂഡ് എ ടോക്ക് ഓൺ ബാലൻസ് ഡയറ്റ്, എക്സസൈസ്, പ്രോപ്പർ സ്ലീപ്പ് ആൻഡ് മെൻ്റൽ ഹെൽത്ത്. ഇതിന് നേരെ ഇത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ വേണം നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇങ്ങനെയും വേണമെങ്കിൽ കൊടുക്കാം. എന്താണ് ദ ഇനോഗ്രേഷൻ ഓഫ് ദി ന്യൂ ലൈബ്രറി ബിൽഡിംഗ് ഷെഡ്യൂൾഡ് ആസ് ഡീറ്റെയിൽ ബിലോ. നിങ്ങൾക്ക് അതുപോലെ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ദി പ്രോഗ്രാം ഡീറ്റെയിൽസ് ആർ ഗിവൺ ബിലോ എന്ന് കൊടുത്തിട്ട് ഇത് കൊടുക്കാം. അങ്ങനെ കൊടുത്തിട്ടില്ലേ കുഴപ്പമില്ല. നേരെ ഇത് വേണം. പക്ഷേ ഡേറ്റ് വേണം, പരിപാടി ഡേറ്റ്, ടൈം വേണം, വെന്യൂ വേണം. ഈ 3 കാര്യത്തിൽ പണി കിട്ടും.
പിന്നെ എന്ത് ചെയ്യുക, ഓൾ സ്റ്റുഡൻസ് ആർ ഇൻവൈറ്റഡ് ടു ദി അറ്റൻഡ് ദി പ്രോഗ്രാം, അല്ല കോർഡിയലി ഇൻവൈറ്റഡ് ടു ദി പ്രോഗ്രാം എന്ന് പറയാം. വേണമെങ്കിൽ ഒരു സെൻറ്റൻസും കൂടി ചെയ്തിട്ട് ഡീറ്റെയിൽ ദിസ് ഈവൻ വിൽ ബി പ്രിസൈഡഡ് ഓവർ ബൈ ഡോക്ടർ ആളെന്നൊക്കെ പറയും, വേണമെങ്കിൽ ചേർക്കാം. അതിനൊന്നും എക്സ്ട്രാ മാർക്ക് കിട്ടില്ല കേട്ടോ, ഒന്ന് ഫോർമാറ്റിൻ്റെ ഭാഗമല്ല, വേണമെങ്കിൽ ചേർക്കാമെന്നുള്ളൂ. സമയമൊക്കെ ഉണ്ടായി, പരീക്ഷയിൽ എഴുതാൻ സമയം ഉണ്ടെങ്കിൽ. അവസാനം പ്ലേസ് വേണം, ഡേറ്റ് ഓഫ് ഇഷ്വൻസ് വേണം. ഈ ഡേറ്റിനേക്കാൾ മുൻപായിരിക്കണം, മുൻപാണ്. 18 ജൂലൈ, 25 ജൂലൈ ആണ്. സീലിന്ന് വെറുതെ എഴുതി വെക്കുക, സിഗ്നേച്ചർ എന്ന് വേണേൽ എഴുതി വെക്കുക, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പേര് വേണം, ഫുൾ നെയിം എഴുതാൻ വേണ്ടി ശ്രമിക്കാം. നിങ്ങളുടെ പേര് വേണമെന്നില്ല, ഏതെങ്കിലും പേര് മതി. അരുൺ, ഡെസിഗ്നേഷൻ സെക്രട്ടറി ഹെൽത്ത് ക്ലബ്. അപ്പം എല്ലാത്തിൻ്റെ ഒരു സെക്രട്ടറി ആയിരിക്കും എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അത് എഴുതി വെക്കുക, പരിപാടി തീർന്നു. ഈ ഒരു സിമ്പിൾ ഫോർമാറ്റും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ആകെ ശ്രദ്ധിക്കേണ്ട, അവസാനം എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം ഒരു പെട്ടിയിലാക്കാം. നോട്ടീസ് അവസാനം ചെയ്തില്ല, എല്ലാം നോട്ടീസ് പിടിച്ചൊരു പെട്ടിയിലാക്കുക. അത് അവസാനം ചെയ്താൽ മതി, ആദ്യം തന്നെ പെട്ടി ഉണ്ടാക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഇത്രേ കാര്യങ്ങൾ നോട്ടീസിൽ 4 മാർക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. ഈ ഒരു 4 മാർക്ക് നിങ്ങൾ ഉറപ്പാക്കി കഴിഞ്ഞു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് മക്കളെ. പരീക്ഷ തകർത്ത് ഈ 4 മാർക്കും ബാക്കിയുള്ള മാർക്കുകൾ ബാക്കിയുള്ള വീഡിയോസ് കണ്ട് ഉറപ്പാക്കി വാ.